ആരക്കുന്നം സ്വദേശിനിയാണ്. ഞാൻ ആരക്കുന്നം സെൻറ്റ് ജോർജസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ഫാദറായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആ സമയത്ത്. അദ്ദേഹത്തിന് പ്രസിഡൻറ്റിൻ്റെ ബെസ്റ്റ് ടീച്ചേഴ്സ് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ മൂത്ത ചേച്ചിയും ടീച്ചറാണ്, എൻ്റെ ഒരു ബ്രദറും ടീച്ചറാണ്. അപ്പം ഞങ്ങൾക്ക് അധ്യാപനത്തോടെ ഒരു പ്രത്യേകമായ പ്രതിപത്തിയുണ്ട്. അതുതന്നെയാണ് എന്നെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നയിച്ചത്. ആദ്യമായി ഞാൻ BEd കഴിഞ്ഞതിന് ശേഷം ടോക്കച്ച് പബ്ലിക് സ്കൂൾ വൈറ്റ്ലയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. 9 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒത്തിരി കുട്ടികളെയും പാരൻസിനെയും എനിക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാർ സഭയുടെ മഹാത്മാഗാന്ധി പബ്ലിക് സ്കൂളിൽ പ്രിൻസിപ്പളായി ജോയിൻ ചെയ്തു. അതൊരു ജൂനിയർ സ്കൂളായിരുന്നു. 8ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളും കുറവായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 2-3 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് അഫിലിയേഷൻ കിട്ടി. ഒരു വലിയൊരു സ്കൂളായിട്ട്, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഒരു ടോപ്പ് സ്കൂളായിട്ട് അത് വളർന്നു വരികയും ചെയ്തു. അത് ഞാൻ അവിടെ 16 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം സീനിയർ പ്രിൻസിപ്പളായിട്ട് PC തോമസ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അഷ്ടമിച്ചിറയിൽ ഞാൻ വർക്ക് ചെയ്തു. ചാലക്കുടിയിൽ അവിടെ 4 വർഷത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അപ്പോഴത്തേന് റിട്ടയർമെൻറ്റ് സമയമായി. ഞാൻ എന്നിട്ട് ഇവിടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സായിട്ട് പിറവം ടോക്കച്ചിൽ, ഹെയിൽ മേരി സ്കൂൾ, സെൻറ്റ് ജോൺസ് പബ്ലിക് സ്കൂൾ അവിടെയെല്ലാം വർക്ക് ചെയ്തു. ആ സമയത്ത് എനിക്ക് അന്നേരമാണ് കോവിഡ് ടൈമൊക്കെ ഉണ്ടായത്. ആ സമയത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കൊച്ചുമകനെ നോക്കാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പതുക്കെ ഒതുങ്ങിക്കൂടി. അപ്പം എൻ്റെ ആസ് ആൻ എഡ്യൂക്കേറ്റർ ഇത്രയാണ് എൻ്റെ ഇത്. അതിനുശേഷം ഞാൻ സോഷ്യൽ വർക്കിലേക്ക് കൂടി പോകണമെന്ന് ആഗ്രഹിച്ചു. അതനുസരിച്ച് ഞാൻ നമ്മുടെ മുളന്തുരുത്തി പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് സഹകരിച്ച് വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാമിനായിട്ട് ഞാൻ ശ്രമിച്ചു. ഞങ്ങളൊരു നല്ലൊരു കൂട്ടായ്മയുണ്ട്. ഞങ്ങൾ ചെറുപ്പക്കാരും ഉണ്ട്, അതിനകത്ത് പ്രായമുള്ളവരും ഉണ്ട്. എല്ലാവരുടെയും ഓരോ സർഗാത്മക കഴിവുകളെല്ലാം വികസിപ്പിച്ചെടുക്കാനായി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കയ്യെഴുത്ത് മാസികയൊക്കെ ഞങ്ങളെല്ലാ മാസങ്ങളിലും ഇറക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മകളിലെല്ലാം എപ്രകാരം അവരെ സ്ത്രീ ശാക്തീകരണം നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ നടത്താറുണ്ട്. ഭംഗിയായിട്ട് അത് പോകുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു സംരംഭക കൂടി ആയാൽ എന്താണെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് നമുക്കൊന്ന് വൃത്തിയാക്കി മായം കൂടാതെ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ തൊടികളിലെല്ലാമുള്ള ചക്ക, അതുപോലെ മാങ്ങ, അതുപോലെ തന്നെ തേങ്ങ, അതുപോലെ കൊപ്രയാട്ടിയ വെളിച്ചെണ്ണ, ഇതെല്ലാം മായം ചേർക്കാത്തത് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശ്രമജീവിതം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിന് പകരം വളരെ ക്വാളിറ്റി ടൈം ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പനത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മൃദുല സ്പർശം എന്ന് പറയുന്നത്, അവിടെ കൗൺസിലിംഗ് ടീച്ചറായിട്ട്. അതായത് അവിടെ മെൻ്റലി റിട്ടയർഡായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരോടുകൂടി കുറച്ച് നേരം പ്രയോജനപരമായ വിധത്തിൽ ചിലവഴിച്ച് അവർക്കും കൂടി ഒരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് കുറച്ച് അതിൻ്റേതായ ഇതൊക്കെ കിട്ടുവാൻ വേണ്ടിയുള്ള അക്രഡിറ്റേഷൻ കിട്ടുവാനൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാലും ഫ്രീ ആയിട്ടുള്ള ടൈമുള്ള സമയത്ത് ഞങ്ങൾ പഞ്ചായത്തുകളിലെല്ലാം പോയി അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങാനും എനിക്ക് ഒരുവിധം നല്ല ഒരു ഫീഡ്ബാക്ക് ആണ്, സപ്പോർട്ടാണ് എനിക്ക് പഞ്ചായത്തിൽ നിന്നെല്ലാം കിട്ടിയത്. അതുപോലെ തന്നെ എല്ലാ ഓഫീസേഴ്സും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞാൻ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വഴിയായിട്ട് ഉള്ള ഒരു സ്കീമാണ് എടുത്തിരിക്കുന്നത്. അതിന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും
വ്യവസായ വകുപ്പിൽ നിന്നും അവിടുത്തെ ഓഫീസേഴ്സും എനിക്ക് തരികയുണ്ടായിട്ടുണ്ട്. ആദ്യമേ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലാണ് കൂടുതൽ ചെയ്യുന്നത്, റിലേറ്റീവ്സും ഉണ്ട്. കൂടാതെ ഞങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയായിട്ടും ഞാൻ വരുന്നുണ്ട്. എനിക്ക് വന്നു കൊണ്ടുപോകുന്നവരാണ് കൂടുതലും എൻ്റെ ആൾക്കാരും വന്നു ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ എൽഡേഴ്സ് ഫോറം, അങ്ങനെ ഫോറമുണ്ട്. അപ്പോൾ അവരും ഗ്രൂപ്പിലുള്ളവരും എല്ലാവരും എന്നോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് തേങ്ങയുണ്ട്. അപ്പോൾ ഞാൻ ചക്കയുടെ സീസണിൽ ചക്കപ്പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് 6 മാസം പ്രായമാവുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള കണ്ണങ്കായ പൊടിയുണ്ട്. പിന്നെ നമ്മൾ മുളക് തന്നെ 2-3 തരത്തിലുള്ള മുളകുകളുണ്ട്. കാശ്മീരി മുളകിൽ തന്നെ പിരിയമുളക്. അപ്പോൾ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് അത് ആക്കി ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, നല്ല മായം ചേർക്കാത്ത വെളിച്ചെണ്ണ, മുളക്, അതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങളുടേതായ കൂട്ടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ പൊടി, അങ്ങനെ നമ്മൾ അതായത്. പിന്നെ അച്ചാറുകളെന്ന് പറയുന്നത് മീൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ, അതുപോലെ തന്നെ. പിന്നെ ആരെങ്കിലും നമ്മളോട് നേരത്തെ പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളത് ഒരിക്കലും അതിനകത്ത് കെമിക്കൽസ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ അച്ചാറിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ചോദിക്കും, അച്ചാർ എങ്ങനെ നിങ്ങൾ പ്രിസർവേറ്റീവ്സ് ഇല്ല ചെയ്യും? അത് ഞങ്ങളിവിടെ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ കൊപ്ര ഞങ്ങൾ ആട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കൊപ്രയുടെ വെള്ളം ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് വിനാഗിരി ഉണ്ടാക്കും. അതാണ് ഞങ്ങൾ അതിൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അധികം കാരണം പല മനുഷ്യർക്കും ഈ അച്ചാറുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, വയറിന് അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അത് തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ വിനാഗിരി ഉപയോഗിച്ചാണ് നമ്മൾ അച്ചാറുകൾ നമ്മൾ ക്രമീകരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മളൊന്നിലും അതിൽ മായം ചേർക്കുന്നില്ല. അതേപോലെ തന്നെ മുളകൊക്കെ ആണെങ്കിൽ കഴുകി ഉണക്കി, ഡ്രയറുണ്ട് ഞങ്ങൾക്ക്, ഡ്രയറിൽ കഴുകി ഉണക്കി നമ്മൾ പൊടിപ്പിച്ചാണ് കൊടുക്കുന്നത്. ഹസ്ബൻഡാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അത് കൂടാതെ ഞങ്ങൾക്ക് 2 പേരുണ്ട്. ഒരു മെയിൽ, അവരാണും ഒരു പെണ്ണും നിൽപ്പുണ്ട്. അവർ നമുക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യും. ഏതെങ്കിലും നമുക്ക് വർക്ക് കുറവുള്ള സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ ബാക്കി വീട്ടുകാര്യങ്ങളും കൂടി അവരെന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സോഷ്യൽ സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും അധികം എനിക്ക് തോന്നിയത് നമ്മുടെ സ്ത്രീ ജനങ്ങളുടെ ആയിട്ടുള്ള ഒരു പിന്നോട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചുള്ളതാണ്. കാര്യം അപ്പോൾ അവരെ നമ്മൾ ഒന്നുകൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് ഒരു സന്തോഷകരമായൊരു സംഗതിയാണ്. കാരണം എനിക്ക് പ്രായമായി കുറച്ചുകൂടി ഇതായെങ്കിൽ എന്നേക്കാൾ എളുപ്പത്തിലുള്ള കുട്ടികളാണ്, ചെറുപ്പക്കാരായവരാണ്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് എഴുതിപ്പിക്കാനും ഒക്കെ കഴിവുള്ളവരാണ്, പഠിച്ചവരാണ്. അപ്പോൾ അതൊക്കെ അവരെ കൊണ്ട് എഴുതിപ്പിച്ച് ഞങ്ങൾ അങ്ങനെ അവരെ മുഖ്യധാരയിലേക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണമുണ്ട്. അവരതുപോലെ ഞാൻ പറയുന്നത് അവരതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച് നിൽക്കുന്നുമുണ്ട്. നമ്മൾ അധ്യാപനം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. ഒരു എന്താ അതിനെ പറയണതെന്ന് എനിക്കറിയില്ല. അവരുമായിട്ടൊരു റാപ്പോർട്ട് വരുന്നില്ല. നമ്മളൊരു പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ വേറൊരു തരത്തിലായി നമ്മൾ മറ്റൊരുമായിട്ട് വേർതിരിക്കപ്പെടുന്ന പോലെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ലൈഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി നമുക്ക് ജനങ്ങളിലേക്ക് ഒന്നുകൂടെ ഇറങ്ങണം, അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് ഇറങ്ങണം എന്ന് തോന്നി. കാരണം പഠിപ്പിച്ചു നടക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ നശിച്ചു പോകുന്ന കാണാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഇത് ചെയ്തൊരു എന്താ പറയുക സ്വയം പര്യാപ്തതയിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ എനിക്ക് അതിലും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഈ സംരംഭങ്ങളിൽ. കാരണം ആൾക്കാരുമായിട്ട് കൂടുതൽ നമുക്ക് സംവദിക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ നഷ്ടപ്പെടാതെ എല്ലാം നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു ഇതിനെപ്പറ്റി അന്നത്തെ ദിവസത്തെ എങ്ങനെ നമുക്ക് ബലവത്താക്കാം, സമ്പൂർണ്ണമാക്കാമെന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങൾ പണ്ട് നമ്മൾ വെച്ച അലാറം തന്നെയാണ് 5:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറിയ ഇത് കഴിഞ്ഞ് പ്രാർത്ഥന നമ്മൾ എന്താ ഇന്ന് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ 2 പേരും പ്ലാൻ ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്കതൊരു ഓരോ ദിവസവും നീണ്ട് കിട്ടണേന്ന് നമ്മളിവിടെ പ്രാർത്ഥനയാണ്. കാരണം
അത് നമുക്കൊരു ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കാലത്ത് എഴുന്നേറ്റ് ഇന്നിപ്പോൾ നമ്മൾ എന്താ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഞങ്ങൾ ഓരോ പ്രൊഡക്ഷനെ കുറിച്ച് ഇത് ചെയ്യും, നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് ക്ലീനിങ് ആണെങ്കിൽ ആ ദിവസത്തെ ക്ലീനിങ്, അതുപോലെ എല്ലാ കാര്യങ്ങളും. അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് കുട്ടികളെ അല്ലെങ്കിൽ അടുത്ത് പോകണം എന്നൊക്കെ ഉള്ള ഞങ്ങൾ പ്ലാൻ ഔട്ട് ചെയ്ത് അതനുസരിച്ച് മൂവ് ചെയ്യും. പിന്നെ റെസ്റ്റ് എടുക്കും, ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കും. ഞാനത് കണ്ടിന്യൂസ് വർക്കിംഗ് അല്ല, എന്നാലും അങ്ങനെ ചെയ്യും. അക്കാഡമിക് തലത്തിൽ പറയുമ്പോൾ ഞാൻ പ്രിൻസിപ്പളായിട്ടിരുന്ന സമയത്ത് അന്നത്തെ ഞങ്ങളുടെ ഹിന്ദി പ്രചാരസഭയുടെ പ്രസിഡൻ്റ് ആയിരുന്നത് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ചന്ദ്രശേഖർജി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് എക്സലൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷവുമുള്ള ഒരു സന്ദർഭമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലും എല്ലാം ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും സന്തോഷപരമായ ഒരു എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതിന്. പിന്നെ ഞാൻ സോഷ്യൽ വർക്കിലേക്ക് ഇറങ്ങിയതിന് ശേഷം എനിക്ക് മുളന്തുരുത്തി പഞ്ചായത്തിൻ്റെ ആദരങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ചും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ സ്ത്രീ ശാക്തീകരണത്തിന് നമ്മളെടുക്കുന്ന പങ്കിനെ അവർ ആസ്പദമാക്കി എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രൊഡക്ട്സിൻ്റെ നമുക്ക് ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇപ്പോൾ 1 year ആയുള്ളൂ നമ്മൾ സംരംഭക എന്ന നിലയിൽ വന്നിട്ടുള്ള. അപ്പോൾ അതുണ്ട്. പിന്നെ വേറെ എനിക്കൊരു ചെറിയ ഹോബി ഉള്ളത്, ഞാൻ എഴുതാറുണ്ട്. ആദ്യം തുടങ്ങിയത് ഞാൻ മഹാരാജാസിൽ പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അവരൊരു മാഗസിൻ ഇറക്കുമായിരുന്നു. അപ്പോൾ എല്ലാ മാസവും എന്നോട് പറയും, മോളി ഒരു ആർട്ടിക്കിൾ വേണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എഴുതി തുടങ്ങിയതാണ്. കുറച്ചധികം ചെറുകഥകൾ എഴുതി മനോരമ പേപ്പറിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല പ്രായം എന്നുള്ളതെന്ന് പറഞ്ഞ്. അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി, പേപ്പറിലൊക്കെ അത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്കും എഴുതുന്നതിനോട് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഞാൻ അരങ്ങ് എന്നുള്ള ഇതിനകത്ത്, അതായത് കുടുംബശ്രീയുടെ തന്നെ അതിനകത്ത് എനിക്ക് ഇംഗ്ലീഷിൽ സ്റ്റോറി റൈറ്റിങ്ങിനും പോയട്രി റൈറ്റിങ്ങിനും പിന്നെ മലയാളത്തിലും സമ്മാനം കിട്ടിയിട്ടുണ്ട്.